സംസ്ഥാനത്തെ സ്കൂളുകളൊക്കെ ഇപ്പോൾ മികവിന്റെ കേന്ദ്രങ്ങളായി മാറുകയാണ്. എല്ലാവിധ സംവിധാനങ്ങളും മിക്ക സ്മാർട്ട് സ്കൂളുകളും സർക്കാർ സ്കൂളുകളിലും ഉണ്ട്. അതുകൊണ്ട് തന്നെ പഠനമൊക്കെ ലളിതവും രസകരവുമാണിപ്പോൾ. വയനാട്ടിലെ ഒരു അടിപൊളി സ്കൂളാണ് നമ്മൾ ആദ്യം തന്നെ കാണാൻ പോകുന്നത്. വിദ്യാർത്ഥികൾക്കായി വെർച്വൽ ലാബ് ഒരുക്കിയിരിക്കുകയാണ് വയനാട്ടിലെ ഈ സർക്കാർ സ്കൂൾ. അമ്പലവയൽ ഗവൺമെന്റ് LP സ്കൂളിലാണ് ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ലാബ് ഒരുക്കിയിരിക്കുന്നത്. അമ്പലവയൽ പഞ്ചായത്താണ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഈ സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. PM ശ്രീ വന്നാലും ഇല്ലെങ്കിലും നമ്മുടെ സർക്കാർ സ്കൂളുകളൊക്കെ അടിപൊളിയായിക്കൊണ്ടിരിക്കുകയാണ്. വയനാട് ജില്ലയിലെ അമ്പലവയലിലെ ഗവൺമെൻറ് LP സ്കൂളാണ്. ഇവിടെ ഒരു മാസം മുമ്പ് പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നത് ഒരു വെർച്വൽ ലാബാണ്. അത് ഒരു സാധാരണ നമ്മൾ വിചാരിക്കുന്ന ഒരു ലാബല്ല, എല്ലാ ആധുനിക സംവിധാനങ്ങളുമുള്ള ഒരു വെർച്വൽ ലാബാണ് 1 മുതൽ 4 വരെയുള്ള കുട്ടികൾക്കായി ഒരുക്കിയിരിക്കുന്നത്. അമ്പലവയൽ ഗ്രാമപഞ്ചായത്തിൻ്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പഞ്ചായത്ത് മുൻകൈയെടുത്താണ് ഇത്തരമൊരു സംവിധാനം ഈ സ്കൂളിൽ കൊണ്ടുവന്നിരിക്കുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ട്. കാണുമ്പോൾ പഠിക്കാനൊക്കെ പറ്റുന്നുണ്ട്, ഇങ്ങനെ ഇംഗ്ലീഷ് വായിക്കാനൊക്കെ പറ്റുന്നുണ്ട്. വെർച്വൽ ലാബ് നല്ലതാണ്, എല്ലാ കുട്ടികൾക്കും നന്നായി പഠിക്കാനൊക്കെ പറ്റും. നല്ല രസമുണ്ട്. ഞങ്ങൾ പഠിച്ച കുറേ ജീവികളെ ഇല്ല കാണിച്ചിട്ടുണ്ട്. ഇവിടെ കുറച്ച് പക്ഷികളും അങ്ങനത്തെ ഇതൊക്കെയാണ് കാണുന്നത്. നല്ല ഇഷ്ടപ്പെട്ടു. നല്ല രക്ഷയുണ്ട്. ഇവിടെ നല്ല പഠിക്കാനുള്ള കാഴ്ചകളൊക്കെ കാണാനുള്ള ഒരുപാട് സ്ഥലങ്ങൾ, പക്ഷികൾ, മൃഗങ്ങളൊക്കെ കാണാൻ പറ്റും. കുഞ്ഞുമക്കൾക്ക് തീർത്തും വ്യത്യസ്തമായ പഠനാനുഭവം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അമ്പലവയൽ പഞ്ചായത്തും സ്കൂൾ അധികൃതരും ചേർന്ന് ഇങ്ങനെ ഒരു പദ്ധതി നടപ്പാക്കിയത്. നമ്മൾ പണ്ട് കാലത്ത് നല്ല സിനിമകൾ കണ്ട് മനസ്സിലങ്ങ് പതിഞ്ഞു പോയാൽ അതിപ്പോഴും നല്ല ഓർമ്മയുണ്ടാവും. ആ രീതിയിലുള്ള ഒരു പഠനാനുഭവങ്ങൾ നമുക്ക് കുട്ടികൾക്ക് ഏറ്റവും ഒരു വിർച്വൽ റിയാലിറ്റി, അതായത് ഒരു യാഥാർത്ഥ്യമായത് എന്ന പോലെ അവരുടെ കൺമുന്നിൽ കാണാൻ പറ്റണം. ആ രീതിയിലായി ഒരു അനുഭവം, പഠനാനുഭവം നൽകാൻ വേണ്ടിയാണ് നമ്മൾ ഈ പ്രോജക്റ്റ് ഉദ്ദേശിച്ചിട്ടുള്ളത്. 1 മുതൽ 4 വരെ ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് ആവശ്യമായ കണ്ടന്റുകൾ തയ്യാറാക്കാനുള്ള ശ്രമത്തിലാണ് സ്കൂൾ അധികൃതർ. വിർച്വൽ ലാബ് ധാരാളമുണ്ട്, പക്ഷെ അതൊക്കെ വലിയ തുക കൊടുത്താണ് നമ്മൾ സാധാരണ ഇതിൽ അതിൻ്റെ കണ്ടന്റുകളും മറ്റു കാര്യങ്ങളും ലഭിക്കേണ്ടത്. പക്ഷേ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മുടെ കൈറ്റിൻ്റെ സാങ്കേതിക വിദഗ്ധരുടെ സഹായത്തോടുകൂടി ഇത് സ്വന്തമായി നമ്മളൊന്ന് ഡെവലപ്പ് ചെയ്യുക. നമ്മുടെ കുട്ടികൾക്ക് പറ്റുന്ന ഏറ്റവും കഴിയുന്ന എല്ലാ കണ്ടന്റുകളും നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഒരു തുടർ പ്രക്രിയയാണത്. വരും വർഷങ്ങൾ അടക്കം നമുക്കിങ്ങനെ ഓരോന്ന് പുതിയത് കണ്ടെത്തി കൊണ്ടുപോകാൻ പറ്റുമെന്നാണ്, ഇത് ഉപയോഗിക്കാൻ കഴിയുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. മികച്ച കണ്ടന്റുകൾ തയ്യാറാകുന്നതോടെ വെർച്വൽ ലാബ് പൂർണ്ണമായും പാഠ്യപദ്ധതിയുടെ ഭാഗമാകും. മാതൃഭൂമി ന്യൂസ്, വയനാട്. കാലം മാറി, പഠനത്തിന്റെ രീതിയും മാറി. ഇനിയിപ്പോൾ കഷ്ടപ്പെട്ട് പുസ്തകം നോക്കി, പാഠപുസ്തകം നോക്കി കുത്തിയിരുന്ന് പഠിച്ച് ഒന്നും മനപ്പാടാക്കേണ്ട ആവശ്യമില്ല. ചിലർക്കുണ്ടല്ലോ ഇങ്ങനെ കഷ്ടപ്പെട്ടിരുന്ന് വായിച്ച് പഠിച്ചാലേ മനസ്സിലാകുള്ളൂ. ചിലർക്ക് കുറേ നേരം എഴുതി പഠിക്കണം, അങ്ങനെ കയ്യും കടയും. പക്ഷേ ഇതിപ്പോൾ അങ്ങനെയൊന്നുമല്ല. ഒരു സിനിമ പോലെ എല്ലാം സ്ക്രീനിൽ കാണാം, കണ്ട് മനസ്സിലാക്കാം. അങ്ങനെയെല്ലാം മനപ്പാടമാകും കുഞ്ഞുങ്ങൾക്ക്. എന്തായാലും വ്യത്യസ്തമായ ഒരു രീതി തന്നെയാണ്. കമൽ ചേരുന്നുണ്ട് തത്സമയം. കമൽ, അമ്പലവയൽ ഗവൺമെന്റ് LP സ്കൂളിൽ വെർച്വൽ വഴി കുട്ടികൾക്ക് പഠിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു. കുട്ടികൾ വളരെ സന്തോഷത്തോടെയാണ് അതിനുള്ളിലേക്ക് കയറി പോകുന്നത്. പോയി കാണുമ്പോഴും അതെ, അവർ ആക്ഷനൊക്കെ കാണിച്ചിങ്ങനെ പറയുന്നുണ്ട്, ഇതാ എല്ലാം മനസ്സിലായി, നമ്മൾ പഠിച്ച കുറേ ജീവികളെയൊക്കെ കാണുന്നുണ്ട് അതിലാണ്. പഠനം ഇനി രസകരമാണ്, ലളിതമാണ്. എല്ലാ സ്കൂളുകളിലും ഇത് വന്നാൽ കൂടുതൽ നന്നായിരിക്കും അല്ലേ? നമ്മുടെ സർക്കാർ വിദ്യാലയങ്ങളൊക്കെ വേറെ ലെവലായി കൊണ്ടിരിക്കുകയാണ്. അതുതന്നെയാണ് അമ്പലവയൽ ഗവൺമെൻറ് LP സ്കൂളിലും സംഭവിക്കുന്നത്. പുതിയൊരു വെർച്വൽ ലാബ്, ഏറ്റവും ആധുനിക സൗകര്യങ്ങളുള്ള 3D ഒക്കെ കാണാൻ പറ്റുന്ന, സൗണ്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന അത്തരത്തിലൊരു ലാബാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അമ്പലവയൽ ഗ്രാമപഞ്ചായത്ത് മുൻകൈ എടുത്താണ് ഈ വിദ്യാലയത്തിൽ ഈ സംവിധാനം ഒരുക്കിയത്. അമ്പലവയൽ LP സ്കൂൾ വയനാട്ടിൽ തന്നെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പ്രവേശനം നേടുന്ന, കുട്ടികൾ പഠിക്കുന്ന, പഠന പ്രവർത്തനങ്ങളിലും പാഠ്യേതര പ്രവർത്തനങ്ങളിലുമൊക്കെ ഏറെ മികവ് പുലർത്തുന്ന ഒരു വിദ്യാലയമാണ്. അവിടെ ഇത്തരമൊരു സംവിധാനം വരുമ്പോൾ അധ്യാപകർ ഏറെ പ്രതീക്ഷയിലാണ്. കാരണം കുട്ടികൾക്ക് ഇങ്ങനെ ഒരു ആംബിയൻസിൽ ഇരുന്ന ഓരോ കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുമ്പോൾ അത് കുട്ടികളുടെ മനസ്സിലേക്ക് കൂടുതലായി പതിയും എന്നാണ് അധ്യാപകർ പ്രതീക്ഷിക്കുന്നത്. ക്ലാസ് റൂമിൽ എന്തെങ്കിലുമൊക്കെ കാണിച്ചാലും അത്തരം പ്രവർത്തനങ്ങളൊക്കെ നടത്തിയാലും കുട്ടികളുടെ ശ്രദ്ധ പൂർണ്ണമായും ഒരുപക്ഷെ അതിലേക്ക് എത്തില്ല. പക്ഷേ ഇങ്ങനെ ഒരു തിയേറ്ററിനുള്ളിലിരുന്ന്, അങ്ങനെ ഒരു ആംബിയൻസിലിരുന്ന് ശബ്ദ സംവിധാനങ്ങളോടുകൂടി ഒരു സംഭവം കാണുകയോ മനസ്സിലാക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് കുട്ടികൾക്ക് കൂടുതൽ ഹൃദിസ്ഥമാക്കാൻ കഴിയും, അല്ലെങ്കിൽ കുട്ടികളുടെ മനസ്സിൽ നിന്ന് മായാതെ അത് പതിയും എന്നുള്ളതാണ്
എന്നുള്ളതാണ് പ്രധാന അധ്യാപകൻ ഉൾപ്പെടെ പറയുന്നത്. അങ്ങനെയാണ് അവർ പ്രതീക്ഷിക്കുന്നതും. എന്തായാലും ആ കുട്ടികൾക്ക് നൽകാനുള്ള കണ്ടന്റുകളൊക്കെ റെഡിയാകുന്നതേ ഉള്ളൂ. അതിന് കൈറ്റിന്റെ സഹകരണമൊക്കെ തേടി. പണ്ട് ഹിസ്റ്ററി ഒക്കെ പഠിക്കുമ്പോൾ ഒരുപാട് വിചാരിച്ചിട്ടുണ്ട് ഇതൊക്കെ ഇങ്ങനെ കാണാപ്പാടം പഠിക്കാൻ എന്ത് കഷ്ടമാണ്, ഇതൊന്ന് സ്ക്രീനിൽ കണ്ട് പഠിക്കുകയാണെന്ന് വെച്ചെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും എല്ലാ കാര്യങ്ങളും. അപ്പോൾ എന്തായാലും അമ്പലവയൽ സ്കൂളിലെ കുട്ടികൾക്ക് കൂടുതൽ രസകരമായി കളിച്ച് രസിച്ച് പഠിക്കാൻ പറ്റൂ എന്നുള്ളതാണ്. ഇതെല്ലാ സ്കൂളുകളിലും വന്നാൽ കൂടുതൽ നന്നായിരിക്കും.